ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് നമ്മുടെ VN എഡിറ്ററിൽ ഇപ്പോൾ നേരത്തെ പോലെ നമുക്ക് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല അല്ലേ. നമുക്ക് ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നേരെ അതിൻ്റെ ടെംപ്ലേറ്റ്സ് കിട്ടുന്നു. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വീഡിയോ ആഡ് ചെയ്ത് ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി. സോ നമുക്കിത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിലേക്ക് പ്രീസെറ്റുകൾ ആഡ് ചെയ്യുന്നതെന്നും ഈ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നും നമുക്ക് ഈ വീഡിയോ നോക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ടൊരു വീഡിയോ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ എൻ്റെ VN എഡിറ്ററിൽ ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. സോ ഈ വീഡിയോയിൽ എനിക്കിപ്പോൾ ഒരു ഫിൽറ്റർ, ഇപ്പോൾ ഈ ആപ്പിൽ തന്നെ ഓൾറെഡി കുറച്ച് ഫിൽറ്റേഴ്സ് ഉണ്ട്. അതല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു ഫിൽറ്റർ പ്രീസെറ്റ് എങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആദ്യമേ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കാം. സോ അതിനായിട്ട് നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് നേരെ ബാക്ക് അടിച്ചതിന് ശേഷം ടോപ്പിൽ ആ ബെല്ലൈക്കൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്കാൻ ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടെംപ്ലേറ്റ്സിൻ്റെ QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. നമ്മുടെ ഫിൽറ്റർ കിട്ടി. ആ ഫിൽറ്ററിൽ നമ്മൾ അതിലേക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വെറുതെ ഒന്ന് വീഡിയോ ഓപ്പൺ ചെയ്യുക. ഫിൽറ്റർ എന്നുള്ള ഭാഗത്ത് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിപ്പോൾ നമ്മുടെ പ്രീസെറ്റ് കിട്ടിയിരിക്കുന്നു. സോ ഇങ്ങനെയാണ് നമുക്ക് ഓരോ ഫിൽറ്റേഴ്സും ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ എത്രത്തോളം ഫിൽറ്റേഴ്സിൻ്റെ ടെംപ്ലേറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടോ അത്രത്തോളം ടെംപ്ലേറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ വേറൊരു പിങ്ക് എഫക്റ്റിൻ്റെ ഒരു പ്രീസെറ്റ് ഞാൻ ആഡ് ചെയ്യുന്നു. അതും അതുപോലെ തന്നെ നമ്മുടെ ഫിൽറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇത് ഫിൽറ്റർ അല്ല, മ്യൂസിക് വേണമെങ്കിൽ നമ്മുടെ ഫുൾ വീഡിയോൻ്റെ ടെംപ്ലേറ്റ്സ് നമ്മുടെ റീൽസിലൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ഓരോന്നും നമുക്ക് ഇതുവഴി സ്കാൻ ചെയ്തെടുക്കാം. സോ നമുക്കിനി എങ്ങനെയാണ് ഈ ടെംപ്ലേറ്റ്സുകൾ കിട്ടുന്നത് നോക്കാം. അതിനെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം തന്നെ ഓപ്പൺ ചെയ്തെടുക്കാം. അതിൽ നമ്മുടെ സെർച്ച് ബാറിൽ VN കോഡ് എന്നും പറഞ്ഞ് സെർച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു അക്കൗണ്ട് കിട്ടും. അത് നമ്മുടെ VN എഡിറ്റേഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു അക്കൗണ്ടാണ്. സോ നമുക്ക് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ആ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഓരോ പോസ്റ്റായിട്ടും കിടക്കുന്നത് ഇതുപോലുള്ള ഓരോ ടെംപ്ലേറ്റ്സ് ആണ്. ഇതിൽ തന്നെ നമുക്ക് ലെറ്റ് പാക്ക്, നമ്മുടെ മ്യൂസിക്, ഫോണ്ട് എഫക്റ്റ് അങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ പ്രീസെറ്റായിട്ടുള്ള ടെംപ്ലേറ്റ്സുകളാണ് ഇരിക്കുന്നത്. സോ ഇതെല്ലാം നമുക്ക് ജസ്റ്റ് നമ്മളിൻ്റെ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഓരോന്നും നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റുന്നതാണ് ഇത് ഏതിനുള്ള ടെംപ്ലേറ്റ്സുകളാണ് ഇരിക്കുന്നതെന്ന്. ഇതിൽ പല പല ഫോണ്ടുകളുടേതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലെറ്റ് പാക്കുകൾ, മൂടി, അങ്ങനെ കുറേ ലെറ്റ് പാക്കുകളുണ്ട്. സോ നമുക്കിത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ 2-3 ഫിൽറ്റേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വേണ്ടത് ജസ്റ്റ് VN എഡിറ്ററിൽ ഓപ്പൺ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ആപ്പിൻ്റെ സ്കാൻ ചെയ്യാനുള്ള ഭാഗത്ത് ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. സോ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ വീഡിയോയിലേക്ക് കറക്റ്റായിട്ട് എന്താണ് നമുക്ക് ഫിൽറ്റർ ആണോ എന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.